ചുഴലിക്കാറ്റിൽ വില്ലടം മേഖലയിലും വ്യാപക നാശനഷ്ടം. അപ്രതീക്ഷിതമായ ചുഴലിക്കാറ്റിൽ വില്ലടത്തും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് നോക്കിയാൽ അറിയാം, നിരവധി മരങ്ങളാണ് കടപുഴകി വീണ് കിടക്കുന്നത്. പ്ലാവ് ഉൾപ്പെടെ വലിയ മരങ്ങൾ കടപുഴകി വീണു. ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് ചുഴലി വീറ്റിയത്. വലിയ ഹുങ്കാര ശബ്ദത്തോടു കൂടി ചുഴലി കടന്നു വരുന്നു. ഈ പ്രദേശമാകെ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഈ ഷീറ്റ് വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരു വീടിൻ്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന ഷീറ്റാണ്. ആ ഷീറ്റ് പറന്ന് വന്നത് ആ വീടിൽ നിന്ന്, ആ പച്ച നിറമുള്ള വീടിൻ്റെ ടെറസിന് മുകളിലുണ്ടായിരുന്ന മേൽക്കൂരയാണ് ചുഴലി എടുത്ത് ഈ വീടിന് മുകളിലേക്ക് എത്തിച്ചത്. ആ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒരുവായി. പക്ഷേ നിരവധി നാശനഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ, ഈ ഓട്ടോറിക്ഷയുടെ ചില്ലിലേക്ക് നോക്കിയാൽ അറിയാം മരച്ചില്ലകൾ വീണും. അതുപോലെ തന്നെ ദൃക്സാക്ഷികൾ വളരെ ഭീതിതമായ ഒരു ചുഴലിക്കാറ്റായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നോ? നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ? എത്ര മണിക്കായിരുന്നു? ഒരു 8:30-9 മണിക്കുള്ളിൽ. അപ്പം നമ്മൾ പെട്ടെന്ന് ഈ വാതിൽ തുറന്നെടുക്കായിരുന്നു. അപ്പോൾ കുട്ടി അടക്കളേര അവിടെയായിരുന്നു. അപ്പോൾ ഈ പ്ലാവ് കിടന്ന് ഇങ്ങനെ കറങ്ങണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാതിലടച്ചു. പിന്നെയാണ് ഈ ഷീറ്റ് മുകളിൽ കൂടെ പോയ സൗണ്ട് കേൾക്കുന്നത്. ശരിക്കും പേടിച്ചു പോയി. ശരിക്കും ഭീതിതമായൊരവസ്ഥയാണ്. തൊട്ടടുത്ത വീട്ടിൽ, ഇവരുടെ വീട്ടിലെ മേൽക്കൂരയാണ് പറന്നു പോയത്. ഈ വീട്ടിലെ മാത്രമല്ല, സമീപത്തെ നിരവധി വീടുകളിലെ മേൽക്കൂരകൾ പറന്നു പോയിട്ടുണ്ട്. ഈ വീടിൻ്റെ മേൽക്കൂരയാണ് അങ്ങോട്ട് പറന്നു പോയത് അല്ലേ? ആ സമയത്ത് വീടിൻ്റെ പുറത്ത് ആരുമില്ല. നിങ്ങൾ പുറത്തായിരുന്നു? അത് എങ്ങനെയായിരുന്നു? ആ വണ്ടിയൊക്കെ പോറ്റിണ്ട്. ശബ്ദം കേട്ടാണോ പുറത്തിറങ്ങിയില്ല. അപ്പോഴും ഗ്രേറ്റിൻ്റെ ഉള്ളിലൂടെ നോക്കുക ചെയ്ത് ഗ്രില്ലിനോട് നോക്കിയപ്പോൾ ഇവിടെ കിടിഞ്ഞു. പിന്നെ അതൊക്കെ കാണാണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരു മിനിറ്റിൽ താഴെ മാത്രം നീണ്ട ആ ചുഴലി. നമുക്കറിയാം, ഈ പറമ്പിലേക്കൊക്കെ നോക്കിയാൽ അറിയാം, വട്ടം ചുറ്റുകയായിരുന്നു കാറ്റിലെന്നാണ് പറയുന്നത്. അത്രയേറെ ഭീതിതമായൊരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. മരങ്ങളെല്ലാം കടപുഴകി വീഴുകയായിരുന്നു. ഈ സമയത്ത് വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടാണ് പലരും പുറത്തിറങ്ങുന്നത്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളാണ് വില്ലടത്തും സംഭവിച്ചത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ.